ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് നാട്യരചനാക്കാർ ഓർ എനിക്ക് കൃതിയാം അവരെ എഴുതിയ അതായത് നാടകങ്ങളും രചനാക്കാരും ആരൊക്കെയാന്ന് നോക്കാം. ആദ്യം വായിക്കുന്നത് രചനാക്കാർ, പിന്നീട് അവരെഴുതിയ നാടകങ്ങളാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-4 വീഡിയോ ആയിട്ടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വിശ്വനാഥ് സിൻഹ എഴുതിയ ആനന്ദ രഘുനന്ദൻ 1833. അടുത്തത് അമാനത്ത് എഴുതിയ ഇന്ദർ സഭ. അടുത്തത് ഗിരിധർ ദാസ് എഴുതിയ വാസ്തവിക് നാം ബാബു ഗോപാൽ ചന്ദ് എന്നുണ്ട്, നഹുഷ്. അടുത്തത് തോത്താറാം വർമ്മ കേട്ടോ വൃത്താന്ത്, വിവാഹ വിടംബൻ, കീർത്തി ഗേന്തു. അടുത്ത ബാലമുകുന്ദ് ഗുപ്ത എഴുതിയ രത്നാവലി നാട്ടിക. അടുത്ത ശീതള പ്രസാദ് ത്രിപാഠി എഴുതിയ ജാനകി മംഗൾ, പ്രബോധ് ചന്ദ്രോദയ്, രാമചരിതാവലി. ഇതിൻ്റെ കൂടെ അതിൻ്റെ ഇയർ ഉണ്ട്, അതൊന്ന് നോക്കാം നിങ്ങൾ കേട്ടോ. അടുത്തത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എഴുതിയ അനൂദിത നാടകങ്ങളും മൗലിക നാടകങ്ങളും ഉണ്ട്, നമുക്കറിയാം. അതിൻ്റെ കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, പോയി കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. അനൂദിത നാടകങ്ങളിൽ വിദ്യാസുന്ദർ, പാഖണ്ഡ് വിടംബൻ, ധനഞ്ജയ്. വിദ്യാസുന്ദർ നാടകമാണ്, പാഖണ്ഡ് വിടംബൻ രൂപകമാണ്. ധനഞ്ജയ് വിജയ്, വ്യായോഗ്, കർപ്പൂർ മഞ്ജരി, മുദ്രാരാക്ഷസ്, ദുർലഭ ബന്ധു. അടുത്ത മൗലിക് നാടകങ്ങൾ നോക്കാം. വൈദികി, ഹിംസാന ഭവതി, സത്യഹരിശ്ചന്ദ്ര, ശ്രീ ചന്ദ്രാവലി, വിഷസ്യ വിഷമൌഷധം, ഭാരത് ജനനി, ഭാരത ദുർദശ, നീൽദേവി, അന്തേർ നഗരി. അപ്പോൾ ഇതൊന്ന് നോക്കാതെ ഏത് ഇതിലാണ് വരുന്നത് എന്നുള്ളത്. നാടകങ്ങളാണെങ്കിലും പ്രഹസൻ, ബാണ്, നാട്ടിക അങ്ങനെയൊക്കെ പല എക്സാമിനും കഴിഞ്ഞ JLTക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചൊരു ക്വസ്റ്റ്യനായിരുന്നു ശ്രീചന്ദ്രാവലി നാട്ടിക, ചോദിച്ചൊരു ക്വസ്റ്റ്യനായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ അപൂർണ കൃതിയാം പ്രേമജോഗിനി, പ്രവാസ നാട്ടക്, നവമല്ലിക, രത്നാവലി, മൃച്ഛകടിക്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അപൂർണ കൃതിയാം. അടുത്തത് ബാലകൃഷ്ണ ഭട്ട് എഴുതിയ നാടകങ്ങളാണ്. കലരാജ് കി സഭ ചോദിക്കാറുണ്ട്. റെയിൽക്ക വിക്കറ്റ് ഗേൽ, ബാലവിവാഹ്, ചന്ദ്രസെൻ, പത്മാവതി, ശർമിഷ്ഠ, ബൃഹന്നല, സീതാ ബൻവാസ്, പതിത് പഞ്ചം, നല ദമയന്തി സ്വയംവർ, മേഘനാഥ വധ്, നയി റോഷനി കാ വിഷയ, ജൈസ കാമ വൈസ പരിണാം, ദമയന്തി വിജയ്, ആചാര വിടംബൻ, കിരാതാർജുനീയ, വേണി സൻഹാർ, പൃഥു ചരിത്ര, ശിശുപാൽ വധ്. അടുത്തത് ശ്രീനിവാസ് ദാസ് എഴുതിയ രണധീർ പ്രേമ മോഹിനി, തപ്താ സംവരൺ, സംയോഗിത സ്വയംവർ, പ്രഹ്ലാദ ചരിതം. അടുത്തത് രാധാകൃഷ്ണദാസ് എഴുതിയ ദുഃഖിനി ബാല, പത്മാവതി, ധർമാലാഭ്, മഹാറാണ പ്രതാപ്. അടുത്ത കിഷോരിലാൽ ഗോസ്വാമി എഴുതിയ മയക് മഞ്ജരി. അടുത്ത കൃഷ്ണദേവ് ശരൺ സിംഗ് എഴുതിയ മാധുരി രൂപക്. അടുത്ത ബദ്രിനാരായൺ ചൗധരി പ്രേംഗൺ എഴുതിയ ഭാരത് സൗഭാഗ്യ, പ്രയാഗ് രാമാഗമൻ, വാരാംഗന രഹസ്യം. അടുത്തത് ബദ്രിനാഥ് ഭട്ട് എഴുതിയ കുരുവൻ ദഹൻ. അടുത്തത് ചുങ്കി കി ഉമ്മാദ്വാരി, ദുർഗാവതി. അടുത്തത് ആഗ് ഹഷ്ര കാശ്മീരി എഴുതിയ അച്യൂത ദാമൻ, അസീരെ ഹിർസ്, ഖൂബ്സൂരത്ത് ബല, ചണ്ഡീദാസ് നാട്ടക്, ജഹരി സാംബ്, ഭീഷ്മ പ്രതിജ്ഞ, ബിൽവ് മംഗൾ, യഹൂദി കി ലടുക്കി. അടുത്ത ഗോവിന്ദ് വല്ലഭ് പന്ത് എഴുതിയ വരമാല, രാജമുക്കുട്, അങ്കൂർ കി ബേട്ടി, യയാതി. അടുത്തത് മൈഥിലി ശരൺ ഗുപ്ത എഴുതിയ തിലോത്തമ, ചന്ദ്രഹാസ്. അടുത്തത് അയോധ്യ സിംഗ് ഉപാധ്യായ അരിഹൗദ് എഴുതിയ പ്രദ്യുമ്മൻ വിജയ്, രുക്മിണി പരിണയ്. അടുത്തത് മാക്കൻലാൽ ചതുർവേദി എഴുതിയ കൃഷ്ണാർജുൻ യുദ്ധ. അടുത്ത സുദർശൻ എഴുതിയ ദയാനന്ദ് നാട്ടക്, അഞ്ജന, ഭാഗ്യചക്ര, ആൻഡ്രേരി മജിസ്ട്രേറ്റ്. അടുത്ത സുദർശൻ്റെയാണ് വായിച്ചത്. അടുത്തത് പാണ്ഡെ ബച്ചൻ ശർമ്മ ഉഗ്ര എഴുതിയ മഹാത്മാ ഈസ ചുംബൻ, ഡിക്റ്റേറ്റർ, ഗംഗാ ക ബേട്ട, ഉജ്ബക്, ചാർ ബേച്ചാരെ. അടുത്ത ജയശങ്കർ പ്രസാദ് എഴുതിയ സജ്ജൻ, കരുണാലയ്, പ്രായശ്ചിത്ത്, രാജശ്രീ, വിശാഖ്, അജാതശത്രു, ജന്മേജയ് കാ നാഗയജ്ഞ, കാമന, ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, ഏക് ഗൂണ്ട്, ധ്രുവസ്വാമിനി. അടുത്തത് GP ശ്രീവാസ്തവ എഴുതിയ ഉലട്ട് ഫെയർ, दुमदार आदमी,
മർദാനി ഔറത്ത്, വിവാഹ വിജ്ഞാപൻ, മിസ് അമേരിക്കൻ. അടുത്ത രാംഗേ രാഘവ എഴുതിയ സ്വർഗഭൂമി ക യാത്ര. അടുത്ത വിയോഗി ഹരി എഴുതിയ ഛദ്മയോഗിനി, പ്രബുദ്ധ യാമുൻ യമുനാചാര്യ ചരിത്ര. അടുത്ത രാം നരേഷ് ത്രിപാഠി എഴുതിയ സുഭദ്ര ജയന്ത്. അടുത്ത കിഷോരി ദാസ് വാജ്പേയി എഴുതിയ സുദാമ. അടുത്ത ലക്ഷ്മി നാരായണ മിശ്ര എഴുതിയ അശോക് സന്യാസി, രാക്ഷസ് കാ മന്ദിർ, മുക്തി കാ രഹസ്യ, രാജയോഗ, സിന്ദൂർ കി ഹോളി, ആദി രാത്രി, ചിത്രകൂട്, ഗരുഡധ്വജ്, നാരദ കി വീണ, ചക്രവ്യൂഹ്, അശ്വമേഘ്, വത്സരാജ്, വിദസ്താ കി ലഹരെ, ഗംഗാദ്വാര, ധരती का हृदय, കാലവിജയ്, കാവേരി മേ കമൽ, കൽപ്പതരു, വീർശങ്ക്, വത്സരാജ്, ദശാശ്വമേധ്, ജഗദ്ഗുരു, മൃത്യുഞ്ജയ്, സർജു കി ധാര, ഭഗവാൻ മനു. അടുത്തത് ഉപേന്ദ്രനാഥ് അഷ്ക് എഴുതിയ ലക്ഷ്മി കാ स्वागत, स्वर्ग की छलक, छठा बेटा, जय पराजय, देवदाओं की छाया, अलग अलग रास्ते, अंजो दीदी, बड़े खिलाड़ी, लौटता हुआ दिन, കൈത് ഉഡാൻ, ബംവർ. അപ്പോൾ ഇത്രയും നാടകങ്ങളാണ് ആരെഴുതിയത്? ഉപേന്ദ്രനാഥ് അഷ്ക്. അപ്പോൾ ഈ ഏരിയ ഒന്ന് നന്നായിട്ട് നോക്കുക. പല എക്സാമിനും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു നാടകം തന്നിട്ട് നാടകക്കാരനെ ചോദിക്കും, അല്ലെങ്കിൽ നാടകത്തിൻ്റെ പേര് തന്നിട്ട് ഏത് വിധയാണെന്ന് ചോദിക്കും. അപ്പോൾ നോക്കുക. ധന്യവാദ്.